ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ്. നിങ്ങൾക്ക് മുമ്പുള്ള എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കയറാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് നടക്കുന്നൊരു സംഭവമാണ്, ആണെങ്കിൽ കഥ എന്ന് പറയാം. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അപ്പൻ, അമ്മ, അവരുടെ അപ്പനും അമ്മയും, കുട്ടികൾ, പേരക്കുട്ടികൾ, അങ്ങനെ വലിയൊരു നമ്പറുണ്ട്. എല്ലാം കൂടി കഷ്ടി 10-28 പേര് അതിലുണ്ട്. അതിൽ പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, ഇടപ്രായക്കാരുണ്ട്, എല്ലാ സൈസിലും പ്രായമുള്ളവരുണ്ട്. അങ്ങനെ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അന്ന് കാലത്ത് വണ്ടികളൊന്നുമില്ല, യാത്രയ്ക്ക് ഉപയോഗിക്കുക കുതിരകളെയും കഴുതകളെയാണ്. അതുകൊണ്ട് 10-28 ദിവസം യാത്ര ചെയ്താലേ ഇവർ സ്വദേശത്തെത്തുള്ളൂ. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. ഈ യാത്രയുടെ ഇടയിൽ ഓരോ ദിവസവും അവർക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളാണ്. ഓരോരോ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം അവർക്ക് ഫേസ് ചെയ്യേണ്ടത് വന്യമൃഗങ്ങളെയാവും, ചിലപ്പോൾ മഴയാവും, ചിലപ്പോൾ കാറ്റാവും, ചിലപ്പോൾ ഈ കൊതുകുകൾ പോലത്തെ ജീവികളാവാം. അങ്ങനെ ഒരുവിധം എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. വൈകുന്നേരം ആകുമ്പോൾ അവർ റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടക്കും. ഉറങ്ങുമ്പോൾ 2-3 പേര് കാവൽ നിൽക്കും. പിറ്റേ ദിവസം വീണ്ടും യാത്ര പുറപ്പെടും. അങ്ങനെ 15 ദിവസം കഴിയും. 16-ാമത്തെ ദിവസത്തിലേക്ക് എത്തി. 16-ാമത്തെ ദിവസം ഉച്ചയോടുകൂടി അവരുടെ സ്ഥലത്ത് എത്തിപ്പെട്ടു. അപ്പോൾ അവിടെ മൊത്തത്തിൽ നോക്കിയപ്പോൾ നല്ല സ്ഥലമായിട്ട് തോന്നി. വെള്ളമുണ്ട്, അത്യാവശ്യം താമസിക്കാൻ പറ്റിയ സ്ഥലം പോലെ തോന്നിയത്. അപ്പോൾ അവർ വിചാരിച്ചു, എന്തിനാ ഈ 28 ദിവസം യാത്ര ചെയ്ത് നാട്ടിലേക്ക് പോണേ, നമുക്ക് ഈ സ്ഥലത്ത് അങ്ങോട്ട് കൂടിയാലോ. അങ്ങനെ അവർ ആ പ്ലാനുമായിട്ട് മുന്നേറുകയാണ്, അവിടെ തന്നെ സെറ്റിൽ ചെയ്യാം എന്നുള്ളതിൽ. അപ്പോൾ 1-2 പ്രായമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, നമ്മൾ ഈ യാത്ര പുറപ്പെട്ടത് നമ്മുടെ പ്ലാൻ അനുസരിച്ച് 28 ദിവസമാണ്. നമ്മൾ 16-ാമത്തെ ദിവസം യാത്ര അവസാനിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിലെത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ സ്വദേശത്തേക്ക് എത്തിപ്പെടാം. അങ്ങനെ അവർ തീരുമാനിച്ചു. വീണ്ടും അവർ യാത്ര പുറപ്പെടുകയാണ്. ഈ യാത്രയിലും അവർക്ക് വന്യമൃഗങ്ങൾ, കാറ്റ്, മഴ, അതുപോലെ ചില പ്രാണികൾ, ഇതിൻ്റെയൊക്കെ ശല്യമുണ്ട്. പക്ഷേ ഈ 15 ദിവസം കഴിഞ്ഞ് 16-ാമത്തെ ദിവസം ആയപ്പോഴേക്കും അവർ ഈ കണ്ടീഷൻസൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവർക്ക് അതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു എബിലിറ്റി ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു യാത്രയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള കഴുതകളും കുതിരകളൊക്കെ. അങ്ങനെ ഓരോ ദിവസമായി കഴിഞ്ഞു. ഏകദേശം 28-ാമത്തെ ദിവസം എത്തിപ്പെട്ടു. അന്ന് ഉച്ചയോടുകൂടി അവർ അവരുടെ സ്വന്തം സ്വദേശത്ത് എത്തിച്ചേരുകയാണ്. അവരവിടെ അങ്ങനെ സെറ്റിൽ ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് പോകും. ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമുക്ക് ജീവിതത്തിൽ ചില പ്രത്യേക എയിംസുകൾ അല്ലെങ്കിൽ എയിം ഉണ്ടായിരിക്കും. നല്ല എയിമുകൾ, അതിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കണം, നല്ല മെത്തേഡ് വഴി. പലപ്പോഴും നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് കാണാൻ പറ്റും. ഒബ്സ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. അത് നമ്മുടെ എയിമിലേക്ക് നമ്മളെ എത്തിപ്പെടുന്നത് തടയാണ് ചെയ്യുക. അങ്ങനെ ഒബ്സ്ട്രക്ഷൻസിലേക്ക് അല്ലെങ്കിൽ തടസ്സങ്ങളിലേക്ക് നമ്മൾ പെട്ടുകഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ എയിമിലേക്ക് നമ്മൾ എത്തിപ്പെടില്ല. അപ്പോൾ നമ്മുടെ എയിമിലേക്ക് എത്താൻ അതിൻ്റെ ഇടയിൽ വരുന്ന തടസ്സങ്ങളെ നല്ല രീതിയിൽ ഇല്ലാതാക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പഠിക്കുന്ന കുട്ടിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാനായിരിക്കും അയാളുടെ എയിം. പഠിപ്പ് കഴിഞ്ഞ കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടാനായിരിക്കും അവരുടെ എയിം. അപ്പോൾ ആ എയിമിലേക്ക് നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ എയിം അതിലേക്ക് എത്തിപ്പെടുക. അങ്ങനെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുവരും. ഒരിക്കലും
നമ്മുടെ എയിമിൽ നിന്നും നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകരുത്. ഇതിൻ്റെ ഒരു ചുരുക്കം, നമ്മുടെ എയിം നമ്മൾ തീരുമാനിച്ചു, ആ എയിമിലേക്ക് നല്ല രീതിയിൽ നമ്മൾ എത്തിപ്പെടുക. അതിൻ്റെ ഇടയിൽ വരുന്ന തടസ്സങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ മാറ്റി ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുവരും. ഇതാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത തവണ കാണാം. സോ സീ യു ലേറ്റർ. താങ്ക് യു.